السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين والتابعين لهم بإحسان إلى يوم الدين. أما بعد، أنا كتب الأقطاب الوجود حقيقة على سائر الأقطاب قولي وحرمتي. توسل بنا في كل حول وشدة أغيثوك في الأشياء ترا بحكمتي. ആദരണീയരായ ഉസ്താദുമാരെ, മുഹിബ്ബീങ്ങളെ, ജ്യേഷ്ഠാനുജന്മാരെ, അല്ലാഹു സുബ്ഹാനഹു തആലാന്റെ തൃപ്പതിയിലായിട്ട് ജീവിക്കുവാനും അവസാനം ഈ ലോകത്തിൽ നിന്ന് യാത്ര പറയുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദ് ഉച്ചരിച്ച് മരിക്കുവാനും നമുക്കും നമ്മളോട് ബന്ധപ്പെട്ട എല്ലാവർക്കും അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ എന്ന് ദുആ ചെയ്യുന്നു. ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുടെ എല്ലാ ഹലാലായ ഉദ്ദേശങ്ങളും അല്ലാഹു തആല പൂർത്തീകരിച്ചു കൊടുക്കുമാറാകട്ടെ. നമ്മൾ ഇന്നലെ അല്ലാഹു സുബ്ഹാനഹു തആലയോട് ദുആ ചെയ്യുന്ന വിഷയത്തെ സംബന്ധിച്ചാണ് സംസാരിച്ചത്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാല, മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നു, മൻ റസഖ ഖംസൻ ലം യുഹ്രിം ഖംസൻ. വല്ലൊരാൾക്കും 5 കാര്യം നൽകപ്പെട്ടാൽ 5 കാര്യം വിലങ്ങപ്പെടുകയില്ല. മൻ റസിഖ ശുക്ര ലം യുഹ്രിം സിയാദ. ശുക്ർ, ഒരുത്തനിക്ക് നിഅമത്ത് കിട്ടി, ആ നിഅമത്തിനിക്ക് അവൻ നന്ദി രേഖപ്പെടുത്തിയാൽ സിയാദത്തിനെ അല്ലാഹു തആല വിലങ്ങുകയില്ല. ഉദാഹരണത്തിന്, നമ്മളെ കേരളക്കാരായ നമ്മൾ, ഇന്ത്യയിൽ കേരള സംസ്ഥാനക്കാരായ നമ്മൾ ഓതുന്നത് പോലെ തജ്വീദിൻ്റെ നിയമങ്ങളൊക്കെ അനുസരിച്ച് ഖുർആൻ ഓതുന്ന ആൾക്കാർ വളരെ കുറവാണ്. ആ ഒരു മഹാത്മ്യം, ഇൽമിൻ്റെ മഹാത്മ്യം, അത് നമ്മുടെ കേരളക്കരയിലാണ് കൂടുതലുള്ളത്. ഇൽമിൽ മുൻതൂക്കം നിൽക്കുന്നവർ, മുൻപന്തിയിൽ നിൽക്കുന്നവർ. അപ്പോൾ നമ്മൾക്ക് ഖുർആൻ ഓതാൻ അറിയാം. ആ ഖുർആൻ നമ്മൾക്ക് ഓതാൻ പഠിപ്പിച്ചു തന്നത് അല്ലാഹുയാണ്, അല്ലാഹു സുബ്ഹാനഹു തആലയാണ്. ആ അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് നൽകിയൊരു നിഅമത്താണ് ഖുർആൻ പാരായണം ചെയ്യാൻ, തനതായ രീതിയിൽ ഖുർആൻ പാരായണം ചെയ്യാൻ സാധിക്കുക എന്നുള്ളത്. അപ്പോൾ നമ്മൾ ആ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കണം. അതാണ് ആ നിഅമത്തിനിക്കുള്ള ശുക്ർ. ആ ശുക്ർ നമ്മൾ ചെയ്യുമ്പോൾ സിയാദത്തിനെ അല്ലാഹു തആല തടയപ്പെടുകയില്ല. എന്ന് പറഞ്ഞാൽ, നമ്മളിങ്ങനെ ഖുർആൻ ഓതുന്ന നേരത്ത് ഖുർആൻ ഇങ്ങനെ നമുക്ക് ആയത്തുകൾ മനഃപ്പാഠമായിക്കൊണ്ടിരിക്കും. അടുത്തത് ഓതാൻ തോന്നുമ്പോൾ അത് ഇങ്ങനെ ഓതും. അപ്പോൾ നമുക്ക് എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ആരെങ്കിലും ഓതുന്ന ഒരു തെറ്റ് കണ്ടാൽ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും, നമ്മൾ ഖുർആൻ ഇങ്ങനെ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ. അപ്പോൾ നമ്മൾ ഖുർആൻ അല്ലാഹു തന്ന നിഅമത്താണ് ഖുർആൻ ഓതുക എന്നുള്ളത്. ഉദാഹരണത്തിന് ഞാൻ പറഞ്ഞത്, അങ്ങനെ ഓരോ നിഅമത്തുകളും നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് അറിയാത്ത കാര്യങ്ങൾ കൂടി അല്ലാഹു തആല നമുക്ക് അറിയിച്ചു തരും. അതാണ് അല്ലാഹു തആലാന്റെ നിഅമത്തിനിക്ക് നമ്മൾ ശുക്ർ ചെയ്യുമ്പോൾ അല്ലാഹു തആല സിയാദത്തിനെ നൽകപ്പെടും. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്നുണ്ട്, ലഇൻ ശകർതും ലഅസീദന്നകും. എനിക്ക് നിങ്ങൾ നന്ദി രേഖപ്പെടുത്തിയാൽ നിങ്ങൾക്ക് ഞാൻ ജാസ്തിയാക്കി തരും, കൂടുതൽ തരും. അപ്പോൾ നമ്മളുടെ കൈ കൊണ്ട്, നമ്മുടെ കൈ ഹലാലായ ഉദ്ദേശങ്ങൾക്ക് മാത്രമേ നമ്മുടെ കരങ്ങളും കൈയും ശരീരവും കണ്ണും ചെവിയും ഒക്കെ ഉപയോഗിക്കാൻ പാടുള്ളൂ. അപ്പോൾ അത് അള്ളാഹുവിൻ്റെ നിയമത്തിനിക്ക് നന്ദി രേഖപ്പെടുത്തി. ഇനി നമ്മൾ കൈകൊണ്ടും നമ്മുടെ ശരീരം കൊണ്ട് ഹറാമാണ് ചെയ്യുന്നതെങ്കിൽ അള്ളാഹ് തന്ന നിയമത്തിനിക്ക് നമ്മൾ നന്ദി കേട് കാണിച്ചു. അപ്പോൾ നമുക്ക് സിയാദത്തിന് അല്ലാഹു തആല വിലങ്ങപ്പെടും. വമൻ റുസിക സബ്റ,
ലം യുഹരിമിസ്സബാബ്, ഒരുത്തനിക്ക് ക്ഷമയെ അള്ളാഹു താല നൽകിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പ്രതിഫലത്തെ അള്ളാഹു താല അവനിക്ക് വിലങ്ങപ്പെടുകയില്ല. പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു താല പറയുന്നുണ്ട്, ഇന്നമാ യുവഫസ്സാബിറൂന അജ്റഹും ബിഗൈരി ഹിസാബ്. സ്വാബിരീങ്ങൾക്ക് നമ്മൾ അവരുടെ കൂലിയെ പൂർത്തിയാക്കി കൊടുക്കും. ബിഗൈരി ഹിസാബ്, കണക്കും കാര്യവും ഒന്നുമില്ലാതെ, ഹിസാബൊന്നുമില്ലാണ്ട്, എത്തിയാന്നൊന്നുമില്ലാണ്ട് അത്രക്കും പ്രതിഫലം അവർക്ക് അല്ലാഹു തആല നൽകുന്നു. ഒമൻ റുസിക തൗബത, ഒരാൾക്ക് തൗബയെ നൽകപ്പെട്ടാൽ ലം യുഹരിമുൽ ഖബൂൽ, ഖബൂലിനെ അവരിൽ നിന്ന് വിലങ്ങപ്പെടുകയില്ല. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹ് പറയുന്നുണ്ട്, വഹുവല്ലദീ യഖ്ബലു തൗബത അൻ ഇബാദിഹി, അല്ലാഹു തആല അവൻ്റെ അടിമകളിൽ നിന്ന് തൗബയെ സ്വീകരിക്കുന്നവനാണ്. മറ്റൊന്ന്, വമൻ റുസിക്കൽ ഇസ്തിഗ്ഫാര ലം യുഹരിമിൽ മഗ്ഫിറ, ഒരുത്തനിക്ക് ഇസ്തിഗ്ഫാർ ചൊല്ലാനുള്ള തൗഫീഖ് അല്ലാഹ് കൊടുത്തിട്ടുണ്ടെങ്കിൽ മഗ്ഫിറത്തിനെ അല്ലാഹു തആല വിലങ്ങപ്പെടുകയില്ല. ഇസ്തഗ്ഫിറൂ റബ്ബക്കും ഇന്നഹു കാന ഗഫാറാ, ഇസ്തഗ്ഫിറൂ റബ്ബക്കും, നിങ്ങൾക്കുള്ള റബ്ബിനോട് നിങ്ങൾ ഇസ്തിഗ്ഫാർ ചെയ്യുക. ഇന്നഹു കാന ഗഫാറാ, അല്ലാഹു തആല ഗഫാറാണ്, പുറത്തു കൊടുക്കുന്നവനാണ്. നമ്മുടെ വിഷയം വമൻ റുസിക ദുആ, ഒരുത്തനിക്ക് ദുആ ചെയ്യാനുള്ള കഴിവിനെ അല്ലാഹു തആല കൊടുത്തിട്ടുണ്ടെങ്കിൽ, ദുആ ചെയ്യാനുള്ള താല്പര്യം, ദുആ ചെയ്യണമെന്നുള്ളൊരു മനോഭാവം ഒരുത്തനിക്കുണ്ടെങ്കിൽ, ഒരുത്തൻ ദുആ ചെയ്യുന്നുണ്ടെങ്കിൽ ലം യുഹരിമിൽ ഇജാബ, ഇജാബത്തിനെ അവനിക്ക് വിലങ്ങപ്പെടുകയില്ല. ഉദ്ഊനി അസ്തജിബ് ലക്കും, അല്ലാഹ് പറയുന്നത്, എന്നോട് നിങ്ങൾ ദുആ ചെയ്യുവീൻ, അസ്തജിബ് ലക്കും, നിങ്ങൾക്ക് ഞാൻ ഉത്തരം നൽകും. സാദിസ്, ആറാമത്തെ കാര്യം. അഞ്ചാണ് പറഞ്ഞത്, സാദിസായിട്ടും ചിലർ പറയുന്നുണ്ട്. അൻറുസിക്കൽ ഇൻഫാഖ, ഒരാൾക്ക് ചെലവഴിക്കാനുള്ള ഒരു കഴിവ് നൽകിയിട്ടുണ്ടെങ്കിൽ ലം യുഹരിമുൽ ഖൽഫ, പകരത്തിനെ വിലങ്ങപ്പെടുകയില്ല. അപ്പോൾ ഒരാൾക്ക് ചെലവഴിക്കുക, അവൻ്റെ മുതലിൽ നിന്ന് നല്ല കാര്യത്തിന് ചെലവഴിച്ചിട്ടുണ്ടെങ്കിൽ അല്ലാഹു തആല പകരം കൊടുക്കും. ഏതൊരു മനുഷ്യനും അവൻ പ്രഭാതത്തിൽ കടക്കുമ്പോൾ അവനെപ്പറ്റി ഒരു മലക്കിങ്ങനെ പറയും, പ്രാർത്ഥിക്കുമെന്നാണ്, അല്ലാഹുമ്മ അഇതി മുംസികൻ തലിഫ, മുതലിനെ പിടിച്ചു വെക്കുന്നവനിക്ക് നീ നഷ്ടത്തിനെ നൽകണേ റബ്ബേ. വ അഇതി മുംഫികൻ ഖലഫാ, ചെലവഴിക്കുന്നവനിക്ക് നീ പകരത്തിനെ നൽകണേ റബ്ബേന്ന്. അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിൽ പറയുന്നു, വമാ അൻഫഖ്തും മിൻ ശൈഇൻ ഫഹുവ യുഖ്ലിഫുഹു, നിങ്ങൾ വല്ല വസ്തുവും ചെലവഴിക്കുന്നുണ്ടെങ്കിൽ ആ വസ്തുവിന് അല്ലാഹു തആല പകരം തരും. ഇനി ഏഴാമത്തൊരു കാര്യവും കൂടി മഹാന്മാർ പറയുന്നു, വമൻ യുഅ്തിയൽ ജുഹ്ദ, അധ്വാനത്തിനെ ഒരുത്തനിക്ക് നൽകപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലാ യുഹരിമു തൗഫീഖ്, തൗഫീഖിനെ അല്ലാഹു തആല വിലങ്ങുകയില്ല. നല്ല കാര്യങ്ങൾ ചെയ്യാനുള്ള അധ്വാനിക്കുക അള്ളാഹുവിൻ്റെ ഇബാദത്തിലായിട്ട്, എന്നാൽ അവനിക്ക് അല്ലാഹു തആല തൗഫീഖിനെ നൽകപ്പെടും. വല്ലദീന ജാഹദൂ ഫീനാ ലനഹ്ദിയന്നഹും സുബുലനാ, വല്ലദീന ഒരു കൂട്ടരുമാണ്, ജാഹദൂ ഫീനാ നമ്മളിലായിട്ട് അവർ അധ്വാനിക്കുന്നു. അങ്ങനത്തെ ആൾക്കാർ ലനഹ്ദിയന്നഹും തീർച്ചയായിട്ടും അവരെ നമ്മൾ ചേർത്തിക്കൊടുക്കും, സുബുലന നമ്മളുടെ വഴിയിലേക്ക്. അപ്പോൾ തൗഫീഖ് നൽകപ്പെടും. അപ്പോൾ നമുക്കൊരു സംശയമുണ്ട്, നമ്മൾ കുറേ കാലം ദുആ ചെയ്യുന്നു, ദുആക്ക് ഉത്തരം കിട്ടുന്നില്ല എന്നുള്ളത്. അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാല, നബി തങ്ങൾ പറയുന്നു, മാ മിൻ മുസ്ലിമിൻ യദ്ഉ ബിദുആഇൻ, ഏതോ ഒരു മുസ്ലിം ഒരു ദുആ കൊണ്ട് ദുആ ചെയ്യുന്നു, ഇല്ലസ്തുജീബ ലഹു, അവനിക്ക് ഉത്തരം നൽകപ്പെട്ടിട്ടല്ലാതെയല്ല. ഫഇമ്മാ അൻ യുഅജ്ജില ലഹു ഫിദ്ദുന്യ, ഒന്നുകിൽ ദുന്യാവിൽ വെച്ച് അവനിക്ക് ഉത്തരം നൽകപ്പെടും. വഇമ്മാ അൻ യദ്ഖിറ ലഹു ഫിൽ ആഖിറതി, ഒന്നുകിൽ അവനിക്ക് ആഖിറത്തിലേക്ക് അത് സൂക്ഷിച്ചു വെക്കപ്പെടും. വഇമ്മാ അൻ യുകഫിറ അൻഹു മിൻ ദുനൂബിഹി ബിഖദ്രി മാ ദഅ, അവൻ ദുആ ചെയ്തതിൻ്റെ കണക്ക് പ്രകാരം ഒന്നുകിൽ അവൻ്റെ പാപങ്ങളെ അല്ലാഹു തആല പൊരുത്തപ്പെട്ടു കൊടുത്തേക്കും. മാലം യദഇ ബിഇസ്മിൻ ഔ ഖതീഹത്തി റഹിമിൻ, കുറ്റം കൊണ്ടും കുടുംബ ബന്ധം മുറിക്കൽ കൊണ്ടും ദുആ ചെയ്യാതിരിക്കുമ്പോൾ, അപ്പോൾ ഒന്നുകിൽ ഇവിടുന്ന് തന്നെ കിട്ടും ദുആൻ്റെ ഉത്തരം, അല്ലെങ്കിൽ ആഖിറത്തിലേക്ക് പിന്തിക്കപ്പെടും.
അല്ലെങ്കിൽ അവൻ്റെ കുറ്റങ്ങൾ അല്ലാഹു തആല ദുആന്റെ കാരണമായിട്ട് പൊറുക്കപ്പെടും എന്ന് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. യസീദുർ റക്കാശ് മഹാനവറുകൾ പറയുന്നു റഹ്മത്തുള്ളാഹി അലൈഹി ഖാല ഇദാ കാന യൗമുൽ ഖിയാമത്തി അറളല്ലാഹു തആല കുല്ലു ദഅവത്തിൻ ദഅ ബിൽ അബ്ദു ഫിദ്ദുനിയാ ഫലം യുജിബ് ബിഹാ. ദുനിയാവിൽ വെച്ച് അടിമ ചെയ്ത എല്ലാ ദുആകളെയും അല്ലാഹു തആല വെളിവാക്കപ്പെടും. ഇത് ഉത്തരം നൽകപ്പെടാത്ത ദുആകളെ ഫയഖൂലു ലഹു അൻത അവനോട് പറയപ്പെടും അബ്ദീ ദഅൗതനി കുല്ല യൗമിൻ കദാ ഫഅംസക്ത അലൈക ദഅവതുക. എന്നോട് നീ ഇന്ന കാര്യത്തിന് വേണ്ടി നീ ദുആ ചെയ്തിട്ട് നിനക്ക് ഞാൻ നിന്റെ ദുആനെ ഞാൻ ഇവിടെ പിടിച്ചു വെച്ചിരിക്കുകയാണ്. ഫഹാദ സബാബു മകാന ദാലിക ദുആ. ഈ പ്രതിഫലം നിന്റെ ആ ദുആയുടെ സ്ഥാനത്തേക്കുള്ളതാണ്. فلا يزال العبد يعطي من الصواب حتى يتمنى أن لم يكن مجابه في الدنيا دعوة قط. അപ്പോൾ അവനിക്ക് ആഖിറത്തിൽ നിന്ന് കിട്ടുന്ന പ്രതിഫലം കണ്ടിട്ട് ദുനിയാവിൽ നിന്ന് ഒരു ഗുണവും കിട്ടാതിരുന്നെങ്കിൽ വളരെ നന്നായിരുന്നു എന്നവൻ മോഹിച്ചു പോകും. അപ്പോൾ ആഖിറത്തിലായിരിക്കും അവൻ്റെ ദുആന്റെ പ്രതിഫലം അല്ലാഹു തആല കൂടുതലായിട്ട് കൊടുക്കുക എന്ന് മഹാനായ യസീദുർ റക്കാശ് റളിയല്ലാഹു അൻഹു പറയുന്നു. റബ്ബനാ അലൈക തവക്കൽനാ വഇലൈക അനബ്നാ വഇലൈകൽ മസീർ ഗുഫ്റാനക സുബ്ഹാനക ലാ ഇൽമ ലനാ ഇല്ലാ മാ അല്ലംതനാ വലാ മഅരിഫത ഇല്ലാ മാ അൽഹംതനാ ഇന്നക അൻതൽ അലീമുൽ ഹകീം. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. دعواهم فيها سبحانك اللهم وتحيتهم فيها سلام وآخر دعواهم أن الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.